ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക്സ് ഓൺലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എമ്പുരാൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ആരും പേടിക്കേണ്ട, ഇതിനകത്ത് സ്പോയിലേഴ്സ് ഒന്നുമില്ല. ചില ആൾക്കാരുടെ പെർഫോമൻസും അവർ പെർഫോമൻസ് എടുത്ത് പറയുക എന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം തന്നെ കൈയടി കൊടുക്കേണ്ടത് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിനാണ്. ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ്, ഒരുപാട് ലെയർ ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് മുരളി ഗോപി ലൂസിഫറിന് വേണ്ടി എഴുതിയിരുന്നത്. സോ അതിനെ കവച്ച് വെക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് എമ്പുരാനിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരുപാട് ലേയേഴ്സ്, ലൂസിഫറിലുള്ളതിനേക്കാൾ ഒരുപാട് ലേയേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെപ്തും ഒക്കെ വളരെ വളരെ മികച്ച രീതിയിൽ തന്നെ മുരളി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭാഷണങ്ങളായിക്കോട്ടെ, ഓരോ ക്യാരക്ടേഴ്സ്, അതായത് മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ സംഭാഷണങ്ങൾ കൊണ്ട് നമുക്കൊരു ഹൈ മൊമെന്റ് നൽകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ചിത്രത്തിലുടനീളം ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ സെക്കൻഡ് ഹാഫിലായിക്കോട്ടെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയും സംഭാഷണങ്ങളിലൂടെ നമുക്ക് ഹൈ മൊമെന്റുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അത് മുരളി ഗോപിയുടെ മാത്രം കഴിവാണ്, മുരളി ഗോപിയുടെ അസാധ്യമായ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പൃഥ്വിരാജ്, ഈ ഒരു സ്ക്രിപ്റ്റ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഇത്ര ധൈര്യത്തോടെ ചെയ്യാൻ കഴിവുള്ള വേറൊരു സംവിധായകൻ ഉണ്ട് അല്ലെങ്കിൽ തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അത്രയ്ക്ക് നല്ലൊരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് അതുപോലെ പ്രസന്റ് ചെയ്യാൻ പൃഥ്വിന് സാധിച്ചിട്ടുണ്ട്. ചില ഷോട്ട്സുകൾ, അതായത് നമ്മുടെ ബോംബ് സ്ഫോടനങ്ങളുടെയും അല്ലെങ്കിൽ എക്സ്പ്ലോഷന്റെ ഒക്കെ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് അത്ര ഗംഭീരമായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിട്ടുള്ളത് മഞ്ജു വാര്യറുടെയാണ്. മഞ്ജു വാര്യരുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര മികച്ചതായിട്ടാണ് മഞ്ജു വാര്യർ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോവിനെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടനായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മുരളിയുടെ സ്ക്രിപ്റ്റും കൂടി ആകുമ്പോൾ വളരെ വളരെ നല്ല രീതിയിൽ ക്യാരക്ടർ ആർക്ക്, അതായത് ലൂസിഫറിൽ എവിടെ ക്യാരക്ടർ ആർക്ക് നിർത്തി അത് അവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന് അത് കണ്ടിന്യൂ ചെയ്യാൻ ലാലേട്ടൻ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെയാണ്. ഒരു ക്യാരക്ടേഴ്സിനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. എല്ലാ ക്യാരക്ടേഴ്സുമാണ് സ്ക്രീനിൽ വന്നു പോയിട്ടുള്ള എല്ലാ ആളുകളും. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്ന ബാലതാരം, പേര് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ആ ഒരു ആ ഒരു പ്രകടനമൊക്കെ അത് ആ കൊച്ചിന്റെ ഒക്കെ ആ ബാലതാരത്തിന്റെ ഒക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് കേട്ടോ. അതൊക്കെ അത് നല്ലൊരു പ്രകടനമായിട്ട് തന്നെ കാണേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് മുരളി എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സോ ഡീഗ്രേഡിങ്സോ ഒന്നും നോക്കാതെ നിങ്ങളെല്ലാവരും പോയി പടം തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കണം. അതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് ഈ പടം. ലൂസിഫറിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ്. ഈ പടത്തിന്റെ ടൈലൻഡിൽ നമുക്ക് ലൂസിഫറിന്റെ തേർഡ് പാർട്ടിലേക്കുള്ള ഒരു വേൾഡും അവര് തുറന്നിട്ടിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കണ്ടന്റുകൾ ലഭിക്കാനായി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം.